നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അർജുൻ്റെ ലോറി കണ്ടെത്തിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ശിരൂരിൽ നിന്ന് വരുന്നത്. അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൻ്റെ 9ാം ദിവസം നിർണായകമായിട്ടുള്ള പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കർണാടകയിലെ ശിരൂരിലെ ഗംഗാവലിയിൽ നദിയിൽ ഒരു ട്രക്ക് കിടക്കുന്ന സ്ഥലം കണ്ടെത്തിയതായിട്ട് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈര ഗൗഡ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ട്രക്ക് ഉടൻ പുറത്തെടുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കവെയാണ് ഇപ്പോൾ നിർണായക കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ബൂം മണ്ണുമാന്തി യന്ത്രം ഗംഗാവലി നദിയിലെ മൺകൂനയിലാണ് തിരച്ചിൽ നടത്തുന്നത്. പുഴക്കരയിലെ മണ്ണിന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ മണ്ണുമാന്തി യന്ത്രം അത് നദിയുടെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ തിരച്ചിൽ നടത്താനായിട്ടും കഴിയുന്നില്ല. മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള അർജുനായിട്ട് നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ലൊക്കേഷൻ സംശയിക്കുന്ന ചിത്രം ഇപ്പോൾ നേവി പുറത്തുവിട്ടിരുന്നു. സോണാർ സിഗ്നൽ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ലോങ്ങാം ബൂമർ എക്സ്കവേറ്റർ നദിയിൽ ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലോഹത്തിന് സമാനമായിട്ടുള്ള വസ്തു നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനിടെയാണ് ഈ ഒരു കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനിടെയാണ് കണ്ടെത്തിയത്. ഇത് അർജുൻ്റെ ലോറിയാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ. ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ അപകട സ്ഥലത്തെത്തുന്നതായിരിക്കും. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ അവയുടെ സഞ്ചാര ദിശ, വേഗം തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ എന്ന് പറയുന്നത്. ഇന്നലെ പുഴയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കരയിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ കാണാതായ സന്നി ഹനുമന്ത ഗൗഡയുടെ, അതായത് 65 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് 4 കിലോമീറ്റർ അകലെ മഞ്ചിങ്കുണി ഗ്രാമത്തിൽ നിന്നും ലഭിച്ചത്. സന്നി മണ്ണിനടിയിലാണെന്ന് കരുതിയിരിക്കെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ജൂലൈ 16 രാവിലെ 8:30 ആണ് ശിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും അതുപോലെ തന്നെ ഗംഗാവലി പുഴയിലേക്കുമായിട്ട് മണ്ണിടിഞ്ഞ് വീണത്. അന്ന് മുതൽ കാണാതായിട്ടുള്ള അർജുനായിട്ട് ഇതുവരെ കരയിലും പുഴയിലുമായിട്ട് നടത്തിയ തിരച്ചിലുകളൊന്നും തന്നെ ഫലം കണ്ടിരുന്നില്ല. ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായിട്ടും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ പുഴയിലേക്ക് കൂടി കേന്ദ്രീകരിച്ച് വ്യാപിപ്പിച്ചത്. റഡാർ പരിശോധനയിലടക്കം പുഴയിൽ നിന്ന് ചില സിഗ്നലുകളും ലഭിച്ചിരുന്നു. അതേസമയം അർജുൻ്റെ ലോറി ശിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും ആ പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവാമെന്നും ഒരു ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. ശിരൂരിലെ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകി വരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് ഗൗഡ. കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നതും ഇയാൾ കണ്ടിരുന്നു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ആ ചായക്കട, അതായത് ധാബ, അത് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. അതിന് പിന്നാലെയാണ് ഈ തടി കയറ്റിയ ആ ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടതെന്നും നാഗേഷിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. അതേസമയം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും അത് പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ നദിയിലെ വെള്ളം പെട്ടെന്ന് ഒരു സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചു കയറി വീടുകൾ തകർത്തു. പിന്നീട് കുറേ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുന്നു. കരയിലെ തെങ്ങുകൾ നശിച്ചു. മാത്രമല്ല, തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് അവർ ആശുപത്രിയിലാണെന്നും നാഗേഷ് കൂട്ടിച്ചേർത്തു. ലോറിയുടെ പിറകുവശവും അതുപോലെ ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്നും മനസ്സിലായില്ല എന്ന് നാഗേഷ് പറഞ്ഞു. തീരത്തെ കരിങ്കല്ലുകളും അതുപോലെ ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. മാത്രമല്ല, നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ അതോ LPG ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ പുഴയിൽ സ്ഫോടനത്തിന് കാരണമായതെന്നും ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി LPG ടാങ്കറിന് മേൽ വീണോ എന്നതും കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.